CPM എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തു. അത് നമുക്കെല്ലാം അറിയുന്ന വളരെ സുപരിചിതനായിട്ടുള്ള MA ബേബിയാണ്. അദ്ദേഹത്തെ ഞാൻ അവസാനമായി കാണുന്നത് ആലപ്പുഴ SFIയുടെ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരുമ്പോഴാണ്. അപ്പോൾ അതിനുശേഷം പിന്നീട് അദ്ദേഹത്തെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹം ഒരു ബുദ്ധിജീവിയാണ് കേരളത്തിൽ അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ലവ് യാഷിൻ്റെ ഫുട്ബോൾ മുതൽ ഏത് രാഗം കേട്ടാൽ അത് ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് മുതൽ വലിയ തോതിൽ ദാർശനികമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ അഭിപ്രായം പറയാൻ കഴിയുന്ന ഒരാളാണ്. അതുകൊണ്ട് പാർട്ടിയുടെ നിലപാടുകളെക്കുറിച്ചും അതുപോലെ പാർട്ടിയെ ന്യായീകരിക്കുന്നതിനൊന്നും അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. കഴിഞ്ഞ ഏതാണ്ട് 10 കൊല്ലമായിട്ട് അദ്ദേഹം വലിയ തോതിൽ അവഗണിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. അദ്ദേഹം 2 തവണ കുണ്ട്രയിൽ നിന്ന് മത്സരിച്ച് MLA ആയിരുന്നു. അപ്പോൾ കുണ്ട്രയിൽ നിന്ന് മത്സരിച്ച് അദ്ദേഹം MLA ആയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ വൈകാരികമായ ഒരു തിരിച്ചടി നേരിടുന്നത്. അത് അദ്ദേഹം കൊല്ലം പാർലമെൻറ്റ് സീറ്റിലേക്ക് മത്സരിച്ചു. ആ കൊല്ലം പാർലമെൻറ്റ് സീറ്റിലേക്ക് മത്സരിച്ച് അദ്ദേഹം ഏതാണ്ട് ഒരു 30,000-ലധികം വോട്ടിന് തോറ്റു. അന്ന് അദ്ദേഹം ജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. കാരണം VS അച്യുതാനന്ദനാണ് അദ്ദേഹത്തിൻ്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അന്ന് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടെ വലിയ തോതിലുള്ള ജനക്കൂട്ടമായിരുന്നു. അതിനുശേഷം ഇദ്ദേഹം ജയിക്കുമെന്നൊക്കെ തോന്നിയൊരു ഘട്ടത്തിലാണ് പിണറായി വിജയൻ വന്ന് ഏതാണ്ടൊരു 3-4 സ്ഥലത്ത് അദ്ദേഹം അതിഗംഭീരമായൊരു പ്രസംഗം നടത്തി. ആ പ്രസംഗം നടത്തിയത് നമ്മുടെ NK പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിച്ചുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ NK പ്രേമചന്ദ്രനെയാണോ വിളിച്ചത് അതോ MA ബേബിയെ തന്നെയാണോ ഉദ്ദേശിച്ചതെന്നൊക്കെയുള്ള സംശയം ഇപ്പോഴും എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ആ സംശയം അവിടെ നിൽക്കട്ടെ. അപ്പോഴാണ് ഈ NK പ്രേമചന്ദ്രൻ അങ്ങനെ വിളിക്കാനുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഏതാണ്ട് തലേ ദിവസം വരെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിൽ വരെ LDFിനൊപ്പം നിന്നവർ പെട്ടെന്ന് UDFിൽ പോവുകയും അവിടെ NK പ്രേമചന്ദ്രൻ സ്ഥാനാർത്ഥിയാവുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അത് തന്നെ ഒരു അടിയായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഈ പരനാറി പ്രയോഗം ഉണ്ടാകുന്നത്. ഈ പരനാറി പ്രയോഗം പിണറായി വിജയൻ പ്രസംഗിച്ചു എന്ന് മാത്രമല്ല തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മുടെ ചിന്താ ജെറോമും പിന്നെ ചിന്തയില്ലാത്ത ജെറോമാരും ഒക്കെ കൂടി അവിടെ വളരെ ഗംഭീരമായിട്ട് എല്ലായിടത്തും നടന്ന് പരനാറിയെ പിന്നെ പരനാറി എന്നല്ലാതെ പുണ്യാളച്ചാന്ന് വിളിക്കാൻ പറ്റുമോ അല്ലോ വേറെന്തെങ്കിലും വിളിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് അതിഗംഭീരമായ പ്രസംഗങ്ങൾ നടത്തി. അങ്ങനെ പ്രസംഗങ്ങൾ നടത്തി യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടിച്ചാണ് MA ബേബിയെ തോൽപ്പിച്ചത്. ഒരിടക്ക് അദ്ദേഹം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായപ്പോൾ ഞാൻ തന്നെ അദ്ദേഹത്തോട് നമ്മുടെ കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കോളേജുകളിലൊക്കെ തന്നെ കുട്ടികൾക്ക് ഹയർ എഡ്യൂക്കേഷനെക്കുറിച്ചൊരു അവയർനെസ് കൊടുക്കണമെന്നും ഹയർ എഡ്യൂക്കേഷനിലുള്ള വലിയ കോളേജുകളെക്കുറിച്ച് ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് IISc എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണെങ്കിലും അല്ലെങ്കിൽ IITകളിലുള്ള കോഴ്സുകളെക്കുറിച്ചൊക്കെ ആളുകളോട് പറഞ്ഞു കൊടുക്കണമെന്നും ഡൽഹി യൂണിവേഴ്സിറ്റിയെക്കുറിച്ചും അതുപോലെ തന്നെ സെൻറ്റ് സ്റ്റീഫൻസിനെ കുറിച്ചുമുള്ള നല്ല കോളേജുകളൊക്കെ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സെമിനാർ എടുക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അന്ന് അദ്ദേഹം ഒരു സദസ്സിൽ വെച്ച് എന്നോട് പറഞ്ഞ ഒരു വാചകം എനിക്ക് ഓർമ്മയുള്ളത്, അദ്ദേഹം പറഞ്ഞത് അങ്ങനെയല്ല, നമുക്ക് മഹാരാജാസ് കോളേജിനെ തന്നെ വലിയൊരു ഇതിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കേരളത്തിലെ കോളേജുകളെ തന്നെ ആ ലെവലിലേക്ക് ഉയർത്തണം, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് പോലെയൊക്കെ ആക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. അതെന്താക്കിയോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. എന്തായാലും മഹാരാജാസിലൊക്കെ ഇപ്പോൾ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് പോയിട്ട് എക്കണോമിക്സ് പഠിക്കുന്ന കുട്ടികൾക്ക് ബഡ്ജറ്റ് എന്താണെന്ന് പോലും അറിയാൻ പാടില്ലാത്തൊരു നിലവാരത്തിലേക്കാണ് ഓരോ കോളേജുകളൊക്കെ നമ്മുടെ കേരളത്തിലെത്തിക്കുന്നത്. അത് മഹാരാജാസ് മാത്രമല്ല പല കോളേജുകളിലൊക്കെ. പിന്നെ അടിതട കത്തിക്കുത്ത് ഇത്തരത്തിലുള്ള പല പുതിയ നൂതന സാങ്കേതിക വിദ്യകളിലൊക്കെ വലിയ തോതിൽ പരിശീലനം നേടുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരാളാണ് MA ബേബി. അപ്പോൾ അദ്ദേഹത്തിനാണ് യഥാർത്ഥത്തിൽ ആ കുണ്ട്രയിൽ തോറ്റതിന് ശേഷം, സാധാരണ തെരഞ്ഞെടുപ്പുകളൊക്കെ തോറ്റാൽ പ്രശ്നമുണ്ടാകാറുള്ളതല്ല, പക്ഷേ എങ്കിലും അദ്ദേഹത്തിന് വലിയ വൈകാരിക വിക്ഷോഭമുണ്ടായി. അദ്ദേഹം MLA സ്ഥാനം തന്നെ രാജിവെക്കാനൊക്കെ ഒരുമ്പെട്ടു. പിന്നെ പാർട്ടി കിണഞ്ഞ് പരിശ്രമിച്ചിട്ടാണ് അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്മാറ്റിയത്. അത് പിന്നീട് അദ്ദേഹം വലിയ തോതിൽ കേരളത്തിൽ വലിയ ആക്റ്റീവൊന്നും ആയില്ല. ചില കാര്യങ്ങളിലൊക്കെ അദ്ദേഹം എതിരായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ജിഷ്ണു പ്രണോയിയുടെ ഒരു കേസിൽ അത് അവരുടെ അമ്മ വന്നുണ്ടാക്കിയ പ്രശ്നങ്ങളിൽ അതുപോലെ തന്നെ ചില പ്രശ്നങ്ങളിലൊക്കെ അദ്ദേഹം വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കൂടി ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് ഈ പറയുന്ന MA ബേബി എന്ന് പറയുന്ന ഒരാളുടെ ഉയർത്തെഴുന്നേൽപ്പ് കൂടിയാണ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി വരുന്നത്. അപ്പോൾ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി വരുന്നവരുടെ മുമ്പിൽ 2 പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, പാർട്ടി നേരിടുന്ന വെല്ലുവിളി എന്താണെന്നുള്ളതാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലുള്ള ഇക്വേഷനൊക്കെ ഏത് തരത്തിൽ മാറ്റും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമാണ് നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നത്. അതിലേറ്റവും ആദ്യമേ തന്നെ നമുക്ക് പറയാം, ഈ അഖിലേന്ത്യാ തലത്തിൽ പാർട്ടി നേരിടുന്ന വെല്ലുവിളികളൊന്നും ചെറുതല്ല. അതിനെ MA ബേബിക്കൊന്നും സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ അതിൻ്റെ ചില സ്റ്റാറ്റിസ്റ്റിക്സുകൾ നിങ്ങളോട് പറയാം. 1967 അതായത് CPI എന്ന് പറയുന്നൊരു പാർട്ടി വിഭജിച്ച് CPM ആയതിനു ശേഷം ഏറ്റവും ആദ്യമായിട്ട് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത്. അന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള വോട്ടുകളെന്ന് പറയുന്നത്, അന്ന് വളരെ കുറച്ച് വോട്ടുകളേ ഉള്ളൂ, 520 ലോക്സഭാ മണ്ഡലങ്ങളേ ഉള്ളൂ.
അതിൽ 59 എണ്ണത്തിൽ മത്സരിച്ചു, 19 എണ്ണത്തിലും CPM എന്ന് പറയുന്നൊരു പാർട്ടി ജയിക്കുകയാണ്. 59 സീറ്റുകളിൽ മത്സരിച്ചു, 19 എണ്ണത്തിൽ അവർ ജയിക്കുകയാണ്. അതായത് 62,46,522 വോട്ടുകളാണ് അവർക്കത് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ 4.28% വോട്ടുകളാണ് കിട്ടിയത്. അപ്പോൾ ആ 4.28% നിന്നും അവർ പിന്നീട് ക്രമാനുഗതമായി ഏതാണ്ട് 1977 മാറ്റിവെച്ചാൽ ബാക്കി എല്ലാ സമയത്തും അവർ ക്രമാനുഗതമായി വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ വർദ്ധിപ്പിച്ച് ഏതാണ്ട് ഒരു 1989 എത്തുമ്പോഴേക്കും അവർ 6.55% വോട്ടിലേക്ക് എത്തിച്ചു. CPM കാര്യമാണ് ഞാൻ പറഞ്ഞത്. 6.55%, അതായത് ഇന്ത്യയിലെ 6.55% വോട്ടുള്ള ഒരു പാർട്ടിയായിട്ട് CPM മാറി എന്ന് ചുരുക്കം. ആ തെരഞ്ഞെടുപ്പിൽ പോലും ഒരു 0.83 വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ആ തെരഞ്ഞെടുപ്പിലാണ് നിങ്ങൾക്കറിയാം 64 സീറ്റുകളിൽ അവർ 33 സീറ്റുകൾ, 64 സീറ്റിൽ മത്സരിച്ചിട്ട് 33 സീറ്റുകൾ നേടി എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അപ്പോൾ അതിനുശേഷം പിന്നീട് അത് ഒരു ഡിക്ലൈൻ ചെയ്യുന്ന ഒരു വഴിയാണ് നമ്മൾ കാണുന്നത്. അതായത് 6.55% ശേഷം അത് പിന്നീട് കുറഞ്ഞു വരുന്നു. ആ കുറഞ്ഞു വന്നിട്ടാണെങ്കിൽ പോലും 2004 എത്തിയപ്പോൾ, അതായത് ഒന്നാം UPA സർക്കാരിൻ്റെ സമയത്തേക്ക് എത്തുമ്പോൾ അവർ 69 സീറ്റിൽ മത്സരിക്കുകയും പിന്നീട് 43 സീറ്റുകൾ നേടുകയും ചെയ്തു. ഏതാണ്ട് അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെല്ലാം 32 സീറ്റുകളൊക്കെയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 43 സീറ്റുകൾ നേടി. അതാണ് സീറ്റുകളുടെ കാര്യത്തിൽ അവർക്ക് ഏറ്റവും വലിയ നേട്ടമുണ്ടായത്. ആ നേട്ടമുണ്ടായപ്പോഴും പക്ഷേ പെർസെൻറ്റേജ് കുറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, വോട്ട് ചെയ്യുന്ന ആളുകളുടെ പെർസെൻറ്റേജ്, അതായത് കിട്ടിയ വോട്ടിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 5.866% ആണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതാണ്ട് ഒരു 6%-ത്തിനടുത്താണ് വോട്ട് ഷെയർ ഉണ്ടായിരുന്നത്. ആ സമയത്താണ് പക്ഷെ അവർക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ വോട്ട് കിട്ടുന്നത്. അത് 2,20,70,614 വോട്ടുകളാണ്. അതായത് 2,20,70,614 വോട്ടുകളാണ് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. അതായത് അത്രയും വലിയ നേട്ടത്തിലേക്ക് CPM എത്തി. അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ 6.56% കിട്ടുമ്പോൾ അവർക്ക് 1,96,91,000 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1,97,00,000 വോട്ടുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയത് അപ്പോഴാണ് 2,20,70,614 വോട്ടുകളാണ് 2004 UPA ഗവൺമെൻറ് കാലത്ത് കിട്ടിയത്. അപ്പോൾ അതിനുശേഷം പിന്നീട് വലിയ തോതിലുള്ള ഇടിവാണ് അവരുടെ വോട്ട് ഷെയറിൽ ഉണ്ടായിട്ടുള്ളത്. അതായത് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അവർക്ക് 27 സീറ്റുകൾ നഷ്ടപ്പെട്ട് അവർ വെറും 16 സീറ്റുകളിലേക്ക് എത്തി. അതായത് അവർ 82 സീറ്റുകളിൽ മത്സരിച്ചു തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ, പക്ഷേ അതിൽ വെറും 16 സീറ്റുകളിലാണ് ജയിച്ചത്. അവരുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് 5.33 ആയി ചുരുങ്ങി, 5.33% ചുരുങ്ങി. ചെറിയ കുറവാണ്. അപ്പോഴും പക്ഷേ അവർക്ക് 2,22,11,11,11 വോട്ടുകളുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ചെറിയ കുറവാണ് 2004 ശേഷം 2009 ഉണ്ടായത്. പിന്നീട് 2014 വരുമ്പോൾ സീറ്റുകളിൽ വലിയ തോതിൽ പിന്നെയും കുറഞ്ഞു. അതായത് 16 സീറ്റുകൾ തൊട്ട് മുമ്പുണ്ടായത് ഏതാണ്ട് 9 സീറ്റുകളായി കുറഞ്ഞു. അപ്പോഴും ഏതാണ്ട് 83 സീറ്റുകളിലാണ് അവർ മത്സരിച്ചത്. അപ്പോൾ അവർക്ക് കിട്ടുന്ന വോട്ട് ഷെയർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 3.24 എന്ന് പറഞ്ഞാൽ ആദ്യം 6%, ഏതാണ്ട് 6% എത്തി. പിന്നെ അതിൽ നിന്ന് 5% വന്നു. ഇപ്പോൾ നമുക്കറിയാം 3.24%. അതായത് വീഴ്ചയുടെ ആഴം കൂടി എന്ന് ചുരുക്കം, വീഴ്ചയുടെ വേഗത കൂടി CPM സംബന്ധിച്ചോളം. അങ്ങനെ 3 എന്ന് പറഞ്ഞാൽ 1,79,00,000 വോട്ടുകൾ അപ്പോഴും അവർക്കുണ്ട്. ഏതാണ്ട് 7,80,00,000 വോട്ടുകൾ അപ്പോഴും അവർക്കുണ്ട് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. 2014 2019 വരുമ്പോൾ പാർട്ടി പിന്നെയും തകർന്നടിയുന്നതാണ് നമ്മൾ കണ്ടത്. അതായത് 71 സീറ്റിൽ മത്സരിക്കുന്നു. ഉടനെ തന്നെ അതിൽ നിന്ന് വെറും 3 സീറ്റുകളിൽ മാത്രം പാർട്ടി ജയിക്കുന്നു. 543 പേരുടെ ലോക്സഭയിൽ വെറും 3 സീറ്റുകളിലേക്ക് ജയിക്കുന്നു. ആ സമയത്തേക്ക് അവരുടെ വോട്ട് ശതമാനം എന്ന് പറയുന്നത് വെറും 1.75% എന്ന് പറഞ്ഞാൽ 2% പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നു. അവരുടെ വോട്ടുകളുടെ കുത്തനെയുള്ള ഇടിവുണ്ടാകുന്നു. അവരുടെ വോട്ടുകൾ എന്ന് പറയുന്നത് 1 കോടി, അതായത് 2,20,00,000 ഉണ്ടായിരുന്ന 2,20,00,000 ഉണ്ടായിരുന്ന വോട്ടുകൾ കുറഞ്ഞ് 1,07,44,908 എത്തുന്നു. 1,07,44,978 എത്തുന്നു. അത്രയും വലിയ കുറവിലേക്ക് നമ്മുടെ CPM എന്ന് പറയുന്ന പാർട്ടി എത്തിച്ചേർന്നു. അതിൽ തന്നെ മജോറിറ്റി വോട്ട് എവിടെ നിന്നാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇത് ഞാൻ പറഞ്ഞത് 2019 കാര്യമാണ്. ഇനി 2024 വരുമ്പോൾ വീണ്ടും താഴേക്ക് പോവുകയാണ്.
കാരണം 52 സീറ്റുകളിൽ വെറും 4 സീറ്റുകൾ 52 സീറ്റുകളിൽ മത്സരിച്ചിട്ട് വെറും 4 സീറ്റുകളിലാണ് അവർ ജയിക്കുന്നത്. 1,13,42,553 വോട്ടുകളിലേക്കായി CPM പിന്നെയും ചുരുങ്ങി എന്ന് ചുരുക്കം. എന്ന് പറഞ്ഞാൽ CPMൻ്റെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് 2024 വരുമ്പോഴേക്കും ഏതാണ്ട് 5 ഈ പറയുന്ന 1.6 എന്ന് പറയുന്ന ലെവലിലേക്ക് വോട്ട് ഷെയർ ചുരുങ്ങി. അപ്പോൾ അത്തരത്തിൽ CPM 2004 അതായത് 1967 4.5% 4.28% വോട്ടാണ് ഉണ്ടായിരുന്നെങ്കിൽ 1989 വരുമ്പോൾ അത് വർദ്ധിച്ച് 6.55% വോട്ടാകുന്നു. പിന്നീട് നമുക്കറിയാം 2019 വരുമ്പോൾ അത് 1.75% വോട്ടാകുന്നു. 2024 വരുമ്പോൾ ഏതാണ്ട് അതിലേക്ക് തന്നെ എത്തുന്നു, അല്ലെങ്കിൽ അതിനേക്കാൾ ചെറിയ കുറവ് വരുന്നു. അപ്പോൾ ഇത്തരത്തിൽ അങ്ങേയറ്റം പടവലങ്ങ പോലെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു CPMൻ്റെ ഈ തകർച്ചയെ പിടിച്ചു നിർത്താൻ MA ബേബിക്ക് കഴിയുമോ എന്ന് ചോദിച്ചാൽ MA ബേബിയെ പോലൊരു പാർട്ടി സെക്രട്ടറിയെ കൊണ്ട് അതിന് കഴിയാനുള്ള ഒരു സാധ്യതയുമില്ല. ആളുകളൊക്കെ ഇരുന്ന് വെറുതെ വൈകുന്നേരം മറ്റേ സൊറ കൂടി ഇരുന്ന് പുകഴ്ത്തുന്നത് പോലെ നമ്മുടെ മലയാള മാധ്യമങ്ങളൊക്കെ ഇരുന്ന് അദ്ദേഹത്തെ പുകഴ്ത്തുന്നുണ്ട്. അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല. ഈ വീഴ്ച എന്ന് പറയുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത തവണ തന്നെ CPMൻ്റെ വോട്ട് കേരളത്തിൽ കൂടും ലോക്സഭയിലേക്കെന്ന് വിചാരിക്കാൻ ഒരു ന്യായവുമില്ല. അതുകൊണ്ട് അത് കുറവായിരിക്കും. ബംഗാളിൽ ഏതാണ്ട് 4.5% മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിൽ CPM അതിവേഗം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് എന്ന് പറയാതെ വയ്യ. ഇതിനെ പിടിച്ചെടുത്തുക എന്നുള്ളതാണ് അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെയും അതുപോലെ തന്നെ MA ബേബിയുടെയൊക്കെ ഒരു വെല്ലുവിളി. ഈ പ്രതിസന്ധിയൊക്കെ മറികടക്കാൻ ഈ കുട്ടിയായിട്ടുള്ള MA ബേബിക്ക് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളൊരു കാര്യം, കേരളത്തിലേക്ക് വരുമ്പോൾ എന്താണ് അധികാര സമവാക്യങ്ങളിൽ വലിയ മാറ്റമുണ്ടാകുമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ അധികാര കേന്ദ്രം എന്നുള്ളത് മാറി മറ്റൊരു അധികാര കേന്ദ്രം കൂടി അഖിലേന്ത്യാ സെക്രട്ടറി തന്നെ കേരളത്തിൽ നിന്നാവുമ്പോൾ അത്തരത്തിലുള്ളൊരു അധികാര കേന്ദ്രമായി കൂടി MA ബേബിക്ക് മാറാൻ കഴിയുമോ? അല്ലെങ്കിൽ പിണറായി വിജയനെതിരെ ശബ്ദമുയർത്താൻ കഴിയുന്നവർക്കൊരു ധൈര്യം കൊടുക്കാൻ കഴിയുന്ന ഒരാളായി മാറുമോ? അത്തരത്തിൽ പിണറായി വിജയൻ്റെ ഒരു ഏകഛത്രാധിപതി എന്നുള്ളതിലേക്കുള്ള ഒരു അപ്രമാദിത്വം അവസാനിക്കും എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ ഞാൻ വിചാരിക്കുന്നൊരു കാര്യം നേരെ തിരിച്ചാണ്. നമ്മൾ CPMൻ്റെ ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ നേരത്തെ നമുക്കറിയാം CPMൽ എല്ലാ കാലത്തും ഈ പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നതിന് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആകുന്ന കാലം വരെയും, അതായത് പിന്നീട് കോടിയേരി ബാലകൃഷ്ണനും അതുപോലെ MV ഗോവിന്ദനും ഒക്കെ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ പോലും VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പോലും ഒക്കെ തന്നെ പാർട്ടി സെക്രട്ടറിക്കാണ് വലിയ തോതിൽ അധികാരമുണ്ടായിരുന്നത്. CPMൻ്റെ അവസാന വാക്ക് എന്ന് പറയുന്നത് പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അതിനെ മറികടന്നുകൊണ്ടുള്ള ഒരു തീരുമാനമെടുക്കൽ സാധ്യമേ അല്ലായിരുന്നു. വെളിയം ഭാർഗവനൊക്കെ CPIയുടെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതായത് വെളിയം ഭാർഗവൻ പറയുന്നതിനപ്പുറം ഒരു മന്ത്രിക്കും പോകാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന അത്തരത്തിലുള്ളൊരു സ്ട്രക്ചറുള്ളൊരു പാർട്ടിയാണ് CPM. ആ CPMൻ്റെ സ്ട്രക്ചറിനെയൊക്കെ കടപുഴക്കിക്കൊണ്ടാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായത്. കാരണം പിണറായി വിജയൻ്റെ തീരുമാനങ്ങൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് തിരുവാതിര കളിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഏതാണ്ട് ഓശാന പാടുന്ന സെക്രട്ടറിമാരായിട്ടാണ് കോടിയേരി ബാലകൃഷ്ണനും അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ അത് കുറച്ചുകൂടി ഒരു കുറച്ചുകൂടി തന്ത്രപരമായി ചെയ്തിരുന്നുവെങ്കിൽ MV ഗോവിന്ദനൊക്കെ വരുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ CPMൻ്റെ സ്ട്രക്ചർ അടിമുടി തകർന്നിരിക്കുന്നു. ഇനി CPM തകരാനുള്ള ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത്, മുസ്ലിം ലീഗിലൊക്കെ നമുക്കറിയാം അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന് പറയുന്നത് സംസ്ഥാന പ്രസിഡന്റ് താഴെയാണ്. അതായത് സംസ്ഥാന പ്രസിഡന്റാണ് അഖിലേന്ത്യാ പ്രസിഡന്റിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. പാണക്കാട് തങ്ങളാണ് അഖിലേന്ത്യാ പ്രസിഡന്റിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. പിന്നെ മുസ്ലിം ലീഗിലൊക്കെ വലിയൊരു പ്രാധാന്യവും കൂടിയുണ്ട്. കാരണം മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മറ്റേത് ജില്ലാ പ്രസിഡന്റിനേക്കാളും വലിയൊരു പോസ്റ്റാണ്. അപ്പോൾ അത്തരത്തിൽ മുസ്ലിം ലീഗിലെ ഒരു സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്നത് പാണക്കാട് തങ്ങൾ കുടുംബത്തിൽ നിന്നായിരിക്കും. മുസ്ലിം ലീഗിൻ്റെ പാണക്കാട് തങ്ങൾ കുടുംബത്തിൽ നിന്ന് തന്നെയായിരിക്കും ജില്ലാ പ്രസിഡന്റ് മലപ്പുറത്ത്. അപ്പോൾ ഈ 2 ജില്ലകളിൽ പ്രസിഡന്റായിരിക്കുന്നവർ ഏതാണ്ട് വലിയ തോതിലുള്ള അധികാര കേന്ദ്രങ്ങളാണെന്ന് നമുക്കറിയാം. CPMൻ്റെ സ്ട്രക്ചറുമൊക്കെ അങ്ങനെ മാറിയിട്ട് കുറേ കാലമായി. അതായത് ഒന്ന്, കേരളത്തിൽ മുഖ്യമന്ത്രിയാവുക എന്ന് പറയുന്ന വലിയ അധികാര സ്ഥാനമാണ് CPMൻ്റെ എന്നുള്ളത് നമുക്കറിയാം. അത് പിണറായി വിജയനാണ്. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്നാലും മുഖ്യമന്ത്രിയായാലും വലിയ അധികാര സ്ഥാനമാണ്. അതേപോലെ തന്നെ ഒരു അധികാര സ്ഥാനമാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആകുമെന്ന് പറയുന്നത്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും അടുത്ത സെക്രട്ടേറിയറ്റ് മെമ്പറും അതുപോലെ തന്നെ വേണമെങ്കിൽ സംസ്ഥാന നേതാവും എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ കണക്കൂട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയായി CPM മാറിയിരിക്കുന്നു. ഇനി മാറാനുള്ളത് യഥാർത്ഥത്തിൽ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ പിണറായി വിജയനും ഒക്കെ പറയുന്നിടത്ത് ഒപ്പിടുകയും വരവരക്കുകയും അവർക്ക് വേണ്ടി അവരെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരാളായി മാത്രം അഖിലേന്ത്യാ സെക്രട്ടറിയും കൂടി മാറുക എന്നുള്ള ഒരു സ്ട്രക്ചറിലേക്കാണ് CPM പോയിക്കൊണ്ടിരിക്കുന്നത്.
കാരണം മറ്റൊരു സ്ഥലത്തും ഭരണമില്ലാത്തത് കൊണ്ട് തന്നെ കേരളത്തിൽ ഭരണം നിലനിർത്തിയേ പറ്റൂ. രണ്ടാമത്തെ കാര്യം, പാർട്ടി നടത്തിക്കൊണ്ടുപോകാൻ വലിയ ചിലവുണ്ട്. ആ ചിലവുള്ളത് കൊണ്ട് തന്നെ എം.എ. ബേബിക്ക് അപ്പുറത്തേക്ക് പോകാനും ഇപ്പുറത്തേക്ക് പോകാനും ഇനി വണ്ടിക്കൂലി കൊടുത്തു വിടാനും ഫ്ലൈറ്റ് ടിക്കറ്റ് മേടിക്കാനും അത്യാവശ്യം ഈ പറയുന്ന പോലെ ഡൽഹിയിലുള്ള വലിയ നേതാക്കന്മാർക്ക് കഞ്ഞി കുടിക്കാനുമൊക്കെ പിണറായി വിജയനും കേരള പാർട്ടിയും ഒക്കെ സംഭാവന ചെയ്തേ പറ്റുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇനി പാർട്ടി അധപ്പതിക്കാൻ പോകുന്നത്, ഇപ്പോൾ എല്ലാവരും വലിയ പ്രതീക്ഷയോടെയൊക്കെ പറയുന്നുണ്ട്, ഈ എം.എ. ബേബി വന്നാൽ ഏതാണ്ട് വലിയ 2 അധികാര സ്ഥാനങ്ങളുണ്ടാവും, പിണറായി വിജയൻ്റെ പരിപാടി തീരും എന്നൊക്കെ. ഞാൻ വിചാരിക്കുന്നില്ല. മിക്കവാറും എം.എ. ബേബി അടക്കമുള്ള ആളുകളൊക്കെ തന്നെ പിണറായി വിജയൻ്റെ താഴേക്ക്, അതായത് നേരത്തെ മുസ്ലിം ലീഗിൽ ഉണ്ടായതുപോലെയുള്ള ഒരു നിലവാരത്തിലേക്ക് CPM എന്ന് പറയുന്ന പാർട്ടി അധപ്പതിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ അധപ്പതിക്കുമ്പോൾ ഇപ്പോഴുള്ള 1% വോട്ടും, ഏതാണ്ട് 1.5% വരുന്ന വോട്ടും, അതുപോലെ തന്നെ 1 കോടിയിലധികം വരുന്ന വോട്ടുമൊക്കെ തന്നെ വീണ്ടും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് CPM പോകാൻ പോകുന്നത്. മറിച്ചൊന്നും സംഭവിക്കാനില്ല.